ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ത് ഗോൾഡ് റഷാണ് ഇന്ത്യയിലെ എല്ലാ സ്വർണ്ണക്കടകളിലും നടക്കുന്നത്. എന്നിട്ടും അവിടെ സ്റ്റോക്ക് ഉണ്ടെന്നുള്ളതാണ്. അതേസമയത്ത് കമേഴ്ഷ്യൽ ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പറയും ഏതൊരു സ്വർണ്ണക്കടയിലും അവർ ടാക്സ് ഇവേഷൻ 80-85% ടാക്സ് ഇവേഷൻ നടക്കുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ വിൽപ്പന. അപ്പോൾ ഇങ്ങനെയുള്ളിടത്തിൽ ഇവർ പെട്ടെന്ന് ചെന്ന് ഒരു നിരീക്ഷണത്തിന് വേണ്ടി ഒബ്സർവേഷന് വേണ്ടി ചെല്ലുകയാണെങ്കിൽ എല്ലാ സ്വർണ്ണക്കടകളിലും അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് വിഭാഗം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കിലോ സ്വർണം വിറ്റ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 1 കിലോ സ്വർണം കടകളിൽ റീപ്ലേസ് ചെയ്തിരിക്കും. അപ്പം വിറ്റുപോയിട്ടില്ല, പിന്നെ എവിടുന്നാണ് ഞങ്ങൾ ടാക്സ് ചെയ്യുന്നത്? അപ്പോൾ ടാക്സ് ഇവേഷൻ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അവരെ എവിടെയോ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ഗോൾഡ് എടുത്ത് പെട്ടെന്ന് റാക്കിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും സ്വർണം പൂഴ്ത്തിവെപ്പ് നടക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും ഇപ്പോൾ പറഞ്ഞ ഒരു ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു വ്യവസ്ഥയിലേക്ക് പോകുന്നു. ഒരു പക്ഷേ 20 വർഷം മുമ്പ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കുറേയൊക്കെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് സ്വർണ്ണമില്ലാത്ത കല്യാണം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം സന്ദേശങ്ങൾ അജണ്ടയിലേ ഇല്ല. എന്തുകൊണ്ടങ്ങനെ? അല്ല, അജണ്ടയിലേ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ആഡംബര രഹിത വിവാഹം എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ മൊത്തവും ബോധവൽക്കരിക്കുവാൻ ശ്രമിക്കുമ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും മലയാളിയുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ആഗ്രഹം പലപ്പോഴായി പുറത്തു വരുന്നുണ്ട്. ഇപ്പം അത് കൂടുതലാണ്, വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ സ്വർണ്ണക്കടകളിൽ കച്ചവടം കുറയുന്ന സാഹചര്യം വരുമ്പോഴാണ് അവർ പുതിയ ട്രെൻഡ് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. ആ ട്രെൻഡിന്റെ ഭാഗമായി അവർ പറയുന്നത് ഇപ്പോൾ അക്ഷയ തൃതീയ പോലെയുള്ള ഐശ്വര്യത്തിന്റെ ഭാഗമായിട്ട് സ്വർണ്ണത്തെ കണക്ട് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ബിസിനസ് ടാക്ടിക്സ് ആണ് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് സ്വർണം വേണോ? കല്യാണങ്ങൾക്ക് സ്വർണം നിർബന്ധമാണോ? നമ്മളെ നാട്ടിൻ്റെ ആ രീതി അനുസരിച്ച് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10, 20, 25 നമ്മൾ സാമ്പത്തികം ഉള്ളതുപോലെ കൊടുക്കാറുണ്ട്. അത് വേണമെന്ന് ചോദിച്ചാൽ സ്വർണം വേണം. ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നമ്മൾ 10, 20 നേരത്തെ പറഞ്ഞ് കൊടുക്കുമല്ലോ. അതൊരു സ്ത്രീധനമായിട്ടല്ല, ആ കുട്ടിയെ അയക്കാൻ നേരത്ത് ഒരു കരുതൽ മുതലായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം അച്ഛനമ്മ പറയണത് കേൾക്കും, അത് കഴിഞ്ഞൊരു ഹസ്ബൻഡ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് പറയണത് കേട്ട് വളർന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. അവിടെ പറ്റുന്ന ഇപ്പോൾ ഒരു ലിക്വിഡായിട്ട് ഇപ്പോൾ ഒരു കാർ കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് ലാൻഡ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു FD ആയിട്ട് കൊടുത്തു. FD ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഒരു വിത്തിൻ 1 മന്ത് അവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിരിക്കും. ഭദ്രഗ്രഹത്തിൽ വരുമ്പോഴത്തേക്ക് ഇതെന്താ പറ്റുമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കയ്യിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. ഇപ്പോൾ ലാൻഡ് ആയാലും ശരി, ഒരു ആവശ്യം വന്നു എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതവിടെ കിടന്നിട്ട് പിന്നെ ഇപ്പം ചില ബുദ്ധിപരമായിട്ട് അച്ഛന്മാർ ചെയ്യാറുണ്ട്. ആഫ്റ്റർ ലൈഫ് ഡെത്ത് അല്ലെങ്കിൽ അവരുടെ ഡെത്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ കാലശേഷം ഇത് ഇന്ന കുട്ടിക്കുന്നത് പിന്നെ ഇവരെ കാത്തിരി പോയി എന്ന് ഈ അച്ഛനമ്മയും മരിക്കും എന്നുള്ള ചിന്തയിലായിരിക്കും. ഇല്ല എന്നല്ല, ഇത് വാസ്തവമാണ്, ഇത് ശരിക്കും ഉള്ളൊരു വാസ്തവം തന്നെയാണ്. ഗോൾഡ് എന്ന് വെച്ചാൽ ഇത് പ്രസൻറ്റേഷനാണ്. ഒരു പെൺകുട്ടി ഇത്ര അവരുടെ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ പെൺകുട്ടി വരുമ്പോൾ എല്ലാവരും പെൺകുട്ടിയുടെ മുഖമല്ല ഫുള്ള് ഒന്ന് നോക്കും, ഒന്ന് എക്സ്റേ എടുത്ത് നോക്കുക. എത്ര പവൻ? ഒരു 100 പവൻ വരുമല്ലോ, തൊട്ടടുത്തല്ലോ 100 പവൻ വരും. ഇത് അവർ 75 പവൻ, പക്ഷെ നിറയുണ്ടല്ലോ ഏത് ഗോൾഡ്. അടുത്ത് ചോദിക്കുന്നത് അവരുടെ അടുത്ത് പോയിട്ട് ഏത് ജ്വല്ലറിന് എത്ര പവൻ ഉണ്ടെന്നാണ്. അപ്പോൾ എത്ര കൂടുതൽ അതാണ് അവരുടെ സ്റ്റാറ്റസ് സിമ്പിൾ കാണിക്കുന്നത്. ഈ സ്റ്റാറ്റസ് സിമ്പിളിൽ നമുക്ക് പുറത്ത് വരണമെന്ന് തോന്നില്ലേ? ഒരിക്കലും സ്റ്റാറ്റസ് സിമ്പിളിൽ നിന്ന് പുറത്ത് വരേണ്ടതാണ്. പിന്നെ ശരിക്കും ഒരുപാട് ഓർണമെൻറ്റ്സ് എക്സിബിറ്റ് ചെയ്ത് കല്യാണം നടത്തണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. സ്വർണം ഒരു പെൺകുട്ടിക്ക് ആവശ്യമാണ്. ഇപ്പോൾ ലവ് മാരേജിൽ അങ്ങനെയല്ല. ലവ് മാരേജ് കഴിഞ്ഞും സ്വർണവും ധനവും പയ്യൻ്റെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട്. നമ്മൾ പത്രത്തിൽ ധാരാളം വായിക്കുന്നുണ്ട്. സ്വർണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. സ്വർണം വേണം, പക്ഷേ ഇങ്ങനെ കിലോ കണക്കിനുള്ള സ്വർണം ഒരു കുട്ടിക്കും ആവശ്യമില്ല. അന്ന് വില കുറഞ്ഞ സമയത്തൂടെ 10-40 വർഷത്തിന് മുമ്പ് വലിയ സാമ്പത്തികമുള്ളവരെ 20-25 പോലെ നിൽക്കുമായിരുന്നു. ഇപ്പം 100, 1 കിലോ, 1.5 കിലോ ഇങ്ങനെയുള്ള കാലഘട്ടം മാറുകയാണ്. അത് എന്ത് ബോധവൽക്കരണം എന്തായാലും എന്ത് പറയുന്നതിലും അവരുടെ കാര്യത്തിൽ സ്വന്തം കാര്യത്തിൽ അവർ യാതൊരു കുറവും നടത്തുന്നില്ല. വാങ്ങിക്കുന്നവരും കൊടുക്കുന്നവർക്കും ഒരേ താല്പര്യമാണ്. അതാണ് ഈ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞ് താഴ്ന്നാൽ ഷെയർ അവിടെ കിടക്കും. പക്ഷേ ഇത് ഇടിഞ്ഞ് താഴ്ന്നാലും ഉത്സവമാക്കിയാണ് ആളുകൾ. കാരണം ഇതാണ് കാരണം. എൻ്റെ അമ്മക്ക് 50, 100, മറ്റവരുടെ ആനയത്തിക്ക് 100 ഇട്ടു, എൻ്റെ അമ്മ 150. ഇതാണ് നടക്കുന്നത്. ഇതിനെ മാറ്റണം. ഇതിനൊരു ബോധവൽക്കരണം അതിവിടെ നടത്താൻ പോകുന്നു, ഒന്നും നടക്കുന്നില്ല. ആ കാലത്തോടെ ഇത് നടന്നുകൊണ്ടേ ഇരിക്കും, ചൂഷണം നടന്നുകൊണ്ടിരിക്കും. ഈ വിലകൾ കൂടിയാൽ കുറഞ്ഞാലും ഉത്സവമാണ് ഇവിടെ.